നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ് 116 കോടിയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അവതരിപ്പിച്ചു. 4 വർഷത്തിനിടയിൽ സംസ്ഥാന തലത്തിൽ 3 പുരസ്കാരങ്ങൾ നേടാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞെന്ന് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും KG രാജേശ്വരി. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം ഊർജിതമാക്കാൻ തീരുമാനം. കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് തീരുമാനം. തീരുമാനപ്രകാരം നെല്ല് സംഭരണത്തിന് തുടക്കമായി. ഹരിപ്പാട് 10 വർഷം മുമ്പ് യുവാവിനെ കാണാതായ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നിറതോക്ക് പ്രവർത്തനക്ഷമമെന്ന സ്ഥിരീകരണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. SNDPയുടെ നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് പിന്നിട്ട് ചരിത്രം സൃഷ്ടിച്ച വെള്ളാപ്പള്ളി നടേശനും കേരള രാഷ്ട്രീയത്തിൽ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു. ചേർത്തല SNDP യൂണിയനാണ് ഏപ്രിൽ 11 അപൂർവമായ സംഗമം ഒരുക്കുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 22 ആലപ്പുഴയിൽ. ആലപ്പുഴ റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് വാർഷിക ബഡ്ജറ്റ് 116 കോടിയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അവതരിപ്പിച്ചു. 60,3750 രൂപ പ്രാരംഭമാക്കി. അതായത് ഓപ്പണിംഗ് ബാലൻസും തന്മാസ വരവ് 115 കോടി 50 ലക്ഷം രൂപ ഉൾപ്പെടെ ആകെ 116 കോടി 10,03,750 രൂപ വരവും 115 കോടി 47,03,750 രൂപ ചെലവും 63 ലക്ഷം രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അവതരിപ്പിക്കുന്നത്. സമൂഹത്തിന് വിപത്താകുന്ന ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും തൊഴിൽമേളയുടെ തുടർച്ചയായി തൊഴിലന്വേഷകർക്ക് വിവിധ ഭാഷകൾ പഠിക്കാൻ അസാപ്പുമായി ചേർന്ന പ്രത്യേക പദ്ധതിയുമൊരുക്കി വൃദ്ധജനങ്ങൾക്ക് ആശ്രയമായി സമഗ്ര പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് തുക മാറ്റിവെച്ചും ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ സമന്വയ ബഡ്ജറ്റ്. സേവന മേഖലയ്ക്കും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകിയുള്ളതാണ് ബഡ്ജറ്റ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ആകെ 116 കോടി 10,03,750 രൂപ വരവും 115 കോടി 47,03,750 രൂപ ചിലവും 63 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. സേവന മേഖലയ്ക്ക് 53.90 കോടി രൂപയും കാർഷിക വികസനത്തിന് 5.08 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിൽ 15.54 കോടി രൂപയാണ് വകയിരുത്തിയത്. കാർഷിക മേഖലയിലെ നാളികേരം, നെൽവിത്ത്, പച്ചക്കറി തൈകൾ, കിഴങ്ങ്, എള്ള് എന്നിവയ്ക്ക് നഴ്സറി ആരംഭിക്കുന്ന വിത്ത് ഗ്രാമം പദ്ധതിക്ക് 1.75 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കൃഷിയുടെ ആധുനീകരണത്തിനുള്ള പദ്ധതിയായ മഴമറയ്ക്ക് 50 ലക്ഷം രൂപ, നെൽകൃഷിക്ക് കൂലിച്ചെലവ് സബ്സിഡിക്കായി 1 കോടി രൂപ, പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി, മില്ലറ്റ് കൃഷിക്ക് 10 ലക്ഷം രൂപയും വകയിരുത്തി. ലഹരിക്കെതിരെ യുദ്ധം, ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 2.2 കോടി രൂപ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്പോർട്സാണ് ലഹരി ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ മുഴുവൻ കുട്ടികളെയും കായിക പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നതിന് 50 ലക്ഷം രൂപ, ലഹരിക്കെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാസലഹരിക്കെതിരെ ജീവിത ലഹരി പദ്ധതിക്ക് 50 ലക്ഷം രൂപ എന്നിങ്ങനെയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലും മത്സ്യമേഖലയിലും ക്ഷീരവികസന മേഖലയിലും ഭവന പദ്ധതി, കയർ മേഖല, പട്ടികജാതി വികസനം, പശ്ചാത്തല വികസനം എന്നിവയ്ക്കും പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് TS താഹ, ബിനു ഐസക് രാജു, MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോൺ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സന്തോഷ്, PS ഷാജി, അഡ്വക്കേറ്റ് R റിയാസ്, CK ഹേമലത മോഹൻ, സജിമോൾ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ രാഗേഷ്, VR രജിത, KM സലീം എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് സ്വാഗതവും സീനിയർ സൂപ്രണ്ട് PV വിനോദ് നന്ദിയും പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് 3 സംസ്ഥാനതല പുരസ്കാരങ്ങൾക്ക് അർഹത നേടിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണെന്നും KG രാജേശ്വരി പറഞ്ഞു. അത് മറ്റു ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ്
എന്നാൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇവിടെ അന്ധരായിട്ടുള്ള കുട്ടികളെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ വികലാംഗരായിട്ടുള്ളവർക്ക് മുച്ചക്ര വാഹനങ്ങൾ, അതുപോലെ ഇലക്ട്രോണിക് വീൽചെയർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ജില്ലാ പഞ്ചായത്ത് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യ മേഖലയിൽ നടത്തിയ വ്യത്യസ്തമായ ഇടപെടലുകളുടെ ഭാഗമായി 2 തവണ ആർദ്രം പുരസ്കാരവും സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടുകൂടി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷി സൗഹൃദ ജില്ലയ്ക്കുള്ള ഭിന്നശേഷി സൗഹൃദ പുരസ്കാരവും നേടാനായി. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള സ്പോർട്സാണ് ലഹരി പദ്ധതിക്ക് കൂടുതൽ പരിഗണന നൽകി വരുന്നത്. കഴിഞ്ഞ 2 വർഷം വലിയ കുതിച്ചുചാട്ടമാണ് കായിക മേഖലയിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. കനോയിങ്, കയാക്കിംഗ് അടക്കമുള്ള കായിക മേഖലകളിൽ ദേശീയ മെഡലുകളടക്കം നേടാനായി. ജില്ലയിലെ 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ABC സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട്. ഭരണസമിതിയുടെ 5ാമത്തെയും അവസാനത്തെയും ബഡ്ജറ്റ് ഏറെ അഭിമാനത്തോടെയാണ് അവതരിപ്പിക്കാനായതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം ഊർജിതമാക്കാൻ തീരുമാനം. കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം ഊർജിതമാക്കാൻ തീരുമാനം. കൃഷി ഡയറക്ടർ ശ്രീറാം വെങ്കട്ടരാമൻ, സപ്ലൈകോ ചെയർമാൻ PB നൂഹ്, കളക്ടർ അലക്സ് വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. സംഭരണത്തിലെ തടസ്സങ്ങൾ നീക്കാൻ മില്ലുടമകളുമായി ചർച്ച നടത്തി. നെല്ല് താമസം കൂടാതെയും തടസ്സമില്ലാതെയും സംഭരിക്കുമെന്ന് മില്ലുടമകളുടെ പ്രതിനിധികൾ ഉറപ്പു നൽകി. മന്ത്രിമാരായ P പ്രസാദിൻ്റെയും GR അനിലിൻ്റെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. 100 കൃഷിക്കാരുള്ള പാടശേഖരത്തിന് 1 എന്ന രീതിയിൽ ഗുണനിലവാര പരിശോധന നടത്തും. കർഷകരും പാടി മാർക്കറ്റിംഗ് ഓഫീസർമാരും കൃഷി ഉദ്യോഗസ്ഥരും നിശ്ചയിക്കുന്ന പാടശേഖരത്തിലെ നെല്ല് ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കി ആവശ്യമെങ്കിൽ കിഴിവ് നിശ്ചയിക്കും. തർക്കമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കൃഷിക്കാരുടെയും മില്ലുകാരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ച് യോജിച്ച തീരുമാനമെടുക്കും. കിഴിവ് സംബന്ധിച്ച സ്ലാബ് നിശ്ചയിച്ച് 1 മാസത്തിനകം സംസ്ഥാന സർക്കാരിൻ്റെ പരിഗണനയ്ക്ക് നൽകുമെന്ന് യോഗത്തിൽ മില്ലുടമകളെ അറിയിച്ചു. പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, നെല്ല് സംഭരണ വിഭാഗം മാനേജർ K അനിത തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. 10 കൊല്ലം മുമ്പ് ഹരിപ്പാട് നിന്നും യുവാവിനെ കാണാതായ സംഭവം പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നിറതോക്ക പ്രവർത്തനക്ഷമമാണെന്ന് വിലയിരുത്തൽ. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. 10 കൊല്ലം മുൻപ് കാണാതായ ഹരിപ്പാട് താമല്ലാക്കൽ സ്വദേശി രാകേഷിനെ കൊലപ്പെടുത്തിയതാണെന്ന് ആരോപണ വിധേയനായ യുവാവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ നിറതോക്ക് പ്രവർത്തനക്ഷമമുള്ളതാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി. നേരത്തെ ഇതിൽ നിന്ന് വെടി ഉതിർത്തിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയ പരിശോധന നടക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു. ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുമാരപുരം പൊത്തപ്പള്ളി വടക്ക് കായൽവാരത്ത് കിഷോറിൻ്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം തോക്കും വെടിയുണ്ടകളും ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയത്. കിഷോറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. മൊബൈൽ ഫോൺ പ്രവർത്തനരഹിതവും. ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഹരിപ്പാടായിരുന്നു. പിന്നീട് ഇത് ഓഫാക്കി മുങ്ങുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. കേസിൽ പ്രതിയായാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയാണ് ഇയാളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. US നിർമ്മിത തോക്കും 53 വെടിയുണ്ടകളും വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളും മറ്റുമാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. രാകേഷിനെ കൊലപ്പെടുത്തി എന്നതിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടും പ്രതിക്കെതിരെ കേസ് എടുക്കാതെയും കൃത്യമായി അന്വേഷിക്കാതെയും പോലീസ് ഈ കേസ് അട്ടിമറിച്ചെന്ന ആരോപണവുമായി രാകേഷിൻ്റെ മാതാവ് രമ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും ഇതിൽ പങ്കുണ്ടെന്നും അവർ ആരോപിച്ചു. 10 വർഷമായിട്ടും നീതി കിട്ടിയിട്ടില്ല. രാകേഷിനെ കൊലപ്പെടുത്തിയതാണെന്നും അന്വേഷണം നടത്തി കുറ്റക്കാരെ പിടികൂടണമെന്ന് കാണിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ഗൗരവത്തിലുള്ള ഒരു അന്വേഷണവും നടന്നിരുന്നില്ല. പ്രതികളെ സംരക്ഷിച്ചു എന്നും രമ ആരോപിച്ചു. രാകേഷിൻ്റെ തിരോധാനത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപത്തെ റോഡിൽ രക്തവും മുടിയും കണ്ടെത്തിയിരുന്നു. DNA പരിശോധനയിൽ ഇത് രാകേഷിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നിട്ടും പോലീസ് അന്വേഷണം കാര്യക്ഷമമായില്ല. പ്രതികൾ എന്ന് സംശയിക്കുന്നവർക്ക് രാകേഷുമായി കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. അക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ മൃതദേഹം കിട്ടിയാലേ കേസെടുക്കാൻ പറ്റൂ എന്ന നിലപാടിലായിരുന്നു പോലീസ് നേരത്തെ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാലാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് അന്വേഷിക്കണമെന്ന ഹർജി കോടതിയിൽ സമർപ്പിച്ചതെന്നും രമ പറഞ്ഞു. എന്നാൽ രാകേഷിൻ്റെ തിരോധാനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാകേഷിൻ്റെ തിരോധാനം പ്രത്യേക അന്വേഷണ സംഘത്തെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് താനും ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും രമേശ് ചെന്നിത്തല പറഞ്ഞു. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തോ പിന്നീടോ
കൊലപാതകവുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒരു പ്രതിയെയും സംരക്ഷിക്കുന്ന നിലപാട് എടുത്തിട്ടില്ല. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടത് സർക്കാരാണ്. ഇത്രയും കാലം കേസ് അന്വേഷിക്കാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമായി തുടരുന്നു. ടൈം ന്യൂസ്, ഹരിപ്പാട്. SNDPയുടെ നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് പിന്നിട്ട് ചരിത്രം സൃഷ്ടിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർ ഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു. SNDP ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിലാണ് ഏപ്രിൽ 11-ന് ചേർത്തലയിൽ അപൂർവമായ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. വിപുലമായ ഒരുക്കങ്ങൾ. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ച യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ചേർത്തല SNDP യൂണിയൻ സ്വീകരണം നൽകുന്നു. ഏപ്രിൽ 11 വൈകിട്ട് 4 മണിക്ക് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. തുടർഭരണത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനാ നേതാവും കേരളത്തിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിയും സംഗമിക്കുന്ന ചരിത്ര സംഭവത്തിനാണ് ചേർത്തല സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിക്കുന്ന മഹാസംഗമം വ്യവസായ മന്ത്രി P. രാജീവ്, സഹകരണ മന്ത്രി PN വാസവൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചവർ സംഗമിക്കുന്ന അപൂർവ നിമിഷങ്ങൾ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നതെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ PD ഗഗാറിൻ പറഞ്ഞു. SNDP ചേർത്തല യൂണിയൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ മാസം 11-ാം തീയതി ചേർത്തലയെ ഇളക്കി മറിച്ചുകൊണ്ട് മഹാസംഗമം നടക്കുകയാണ്. 25,000-ൽ പരം ശ്രീനാരായണർ പങ്കെടുക്കുന്ന വളരെ ഉജ്ജ്വലമായ ഒരു പരിപാടിയാണ് ഏപ്രിൽ 11-ാം തീയതി ചേർത്തലയിൽ നടക്കാൻ പോകുന്നത്. ഈ സമ്മേളനത്തിൽ വെച്ച് 3 പതിറ്റാണ്ട് SNDP യോഗ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് അതിഗംഭീരമായ ഒരു സ്വീകരണവും നൽകുന്നുണ്ട്. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ P. പ്രസാദ്, നമ്മുടെ പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ഒരു വീട്ടിലൊരു വ്യവസായം എന്ന പദ്ധതി കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഒരു സന്ദേശം ശ്രീ മന്ത്രി VN വാസവനും നൽകുന്നതാണ്. അതോടൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിൻ്റെ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. ടൈം ന്യൂസ്, ചേർത്തല. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 22-ന് ആലപ്പുഴയിൽ നടക്കും. ആലപ്പുഴ റെയ്ബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് KSRTCയിലെ അംഗീകാരമുള്ള ഏക പെൻഷൻ സംഘടന. അതിൻ്റെ 45ാമത് സംസ്ഥാന വാർഷിക സമ്മേളനമാണ് 22-ാം തീയതി ആലപ്പുഴയിൽ നടക്കുന്നത്. 45 വർഷം പൂർത്തീകരിച്ചിട്ടും KSRTCയിലെ പെൻഷൻകാർ ഇന്നും വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞുകൂടുന്നത്. പ്രതിമാസ പെൻഷൻ ലഭിക്കുന്ന കാര്യം മുതൽ ആ പെൻഷനിൽ കാലാകാലങ്ങളിലുണ്ടാകുന്ന നേരിയ വർധനവടക്കം ലഭിക്കാതെ കേരളത്തിലൊട്ടാകെയുള്ള ജനങ്ങൾക്ക് മുഴുവൻ വിതരണം നടത്തിയിട്ടും ഓണത്തിന് കൊടുക്കുന്ന ഉത്സവ ബത്ത നൽകാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു പെൻഷൻ വിഭാഗമാണ് KSRTC പെൻഷൻകാർ. ഇപ്പോഴും ഞങ്ങൾ പ്രശ്നത്തിലാണ്. 2011-ൽ നിശ്ചയിക്കപ്പെട്ട പെൻഷനാണ് ഇന്ന് ഞങ്ങൾ വാങ്ങുന്നത്. വർഷം 14 കഴിഞ്ഞിട്ടും മറ്റ് ഇതര പെൻഷൻ വിഭാഗങ്ങൾക്കെല്ലാം 2 തവണ വീതം ആ പെൻഷനിൽ വർധനവ് നൽകിയിട്ടും KSRTCയിലെ പെൻഷൻകാർക്ക് ഒരു വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിരന്തരം പ്രക്ഷോഭത്തിലായിട്ടും ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സർക്കാരുകൾക്ക് മനസ്സുണ്ടായിട്ടില്ല.
കേരളത്തിലെ ആദ്യ പെൻഷൻ സംഘടനയും KSRTCയിലെ ഏക അംഗീകൃത സംഘടനയുമായ ഓർഗനൈസേഷന്റെ 45ാം സംസ്ഥാന സമ്മേളനം 2025 മാർച്ച് 22 ആലപ്പുഴ N മണിനഗറായ റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടത്തുന്നു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പെൻഷൻ സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. സമ്മേളനത്തിൽ ഏവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന സംഘാടകരായ P. മുരളീധരൻ പിള്ള, അഡ്വക്കേറ്റ് PA മുഹമ്മദ് അഷ്റഫ്, AK ശ്രീകുമാർ, NS മുല്ലശ്ശേരി, A. അലിക്കുഞ്ഞ, AP പ്രകാശ്, G. തങ്കമണി, ബേബി പാറക്കാടൻ, V. രാധാകൃഷ്ണൻ എന്നിവർ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല തൈക്കാട്ടുശ്ശേരി നടുഭാഗം NSS കരയോഗത്തിൻ്റെ മുൻ ഭാരവാഹികൾ പണാപഹരണം നടത്തിയെന്ന് ആരോപണം. കേസെടുത്ത് അന്വേഷണം നടത്താൻ ചേർത്തല കോടതി ഉത്തരവായി. 1 കോടി രൂപയോളം അപഹരിച്ചെന്നാണ് ആരോപണം. തൈക്കാട്ടുശ്ശേരി നടുഭാഗം 790 നമ്പർ NSS കരയോഗത്തിൻ്റെ മുൻ പ്രസിഡന്റും റിട്ടയേർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ KR അപ്പുകുട്ടൻ നായർ, മുൻ സെക്രട്ടറി B. വിജയകുമാർ, മുൻ ഖജാൻജി MS ഉണ്ണികൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടത്താൻ ചേർത്തല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഉത്തരവിട്ടത്. ഇവർക്കെതിരെ പണാപഹരണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് കരയോഗം കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്കോക്ക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. കരയോഗത്തിന് കീഴിലെ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് യൂണിയൻ നേതൃത്വവും പറഞ്ഞു. 1 കോടി രൂപയുടെ തിരിമറി നടത്തിയെന്നാണ് ആരോപണം. പോലീസിൽ പരാതി നൽകിയിട്ട് തുടർ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് അഡ്വക്കേറ്റ് K. ചന്ദ്രബാബു മുഖേന അഡ്കോക്ക് കമ്മിറ്റി കോടതിയിൽ ഹർജി നൽകിയത്. കേസെടുത്ത് അന്വേഷണം നടത്താൻ പൂച്ചാക്കൽ പോലീസിനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ടൈം ന്യൂസ്, ചേർത്തല. വൈക്കം വെച്ചൂർ കൊടുതുരുത്ത് നിവാസികൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊടുതുരുത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ആരംഭിച്ചു. വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ ഉദ്ഘാടനം ചെയ്തു. വെച്ചൂർ കൊടുതുരുത്ത് നിവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ നടപടി ആരംഭിച്ചു. പുതിയ പൈപ്പ് ലൈനിട്ട് പൊതുടാപ്പ് സ്ഥാപിക്കുന്നതിനുള്ള കൊടുതുരുത്ത് ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. മുമ്പുണ്ടായിരുന്ന പദ്ധതി 13.5 ലക്ഷം രൂപ വിനിയോഗിച്ച് പുനരുജ്ജീവിപ്പിച്ചാണ് ജലവിതരണം കാര്യക്ഷമമാക്കുന്നത്. കൊടുതുരുത്തിലെ കിണർ ശുചീകരിച്ച് ഓവർഹെഡ് ടാങ്കിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി ജലസംഭരണത്തിന് സൗകര്യം ഉറപ്പാക്കി. 1500 മീറ്ററോളം ദൂരം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതോടെ 30 കുടുംബങ്ങൾക്ക് കുടിവെള്ളം ഉറപ്പാക്കാനാകും. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ശൈലകുമാർ നിർവഹിച്ചു. കൊടുംവേനൽ സമയത്ത് നമുക്ക് ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് നമ്മുടെ ശുദ്ധിയിലൂടെ എത്താറ്. ഇതിലൊരു ദിവസം അവിടെ പവർ ബ്രേക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഒരു പൈപ്പോട്ടിലൊക്കെ ഉണ്ടായാൽ ഈ പ്രദേശമാകെ വെള്ളം കിട്ടാതെ വലയുന്നൊരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ശുദ്ധജല പദ്ധതി നമുക്കറിയാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിവിടെ പ്രൊജക്റ്റ് ആരംഭിക്കുകയും ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് ഇവിടെ ഉപജീവനമാകുന്ന ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാവരും. എന്നാൽ അത് കുറേ കാലത്തിന് ശേഷം അത് അവിടെ മോശമായൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ അത് പുനരുദ്ധരിച്ചുകൊണ്ട് നമ്മുടെ വെച്ചൂർ പഞ്ചായത്തിലെ മറ്റം പ്രദേശത്ത് ഈ പറഞ്ഞ കൊടുതുരുത്ത് പ്രദേശത്ത് വെള്ളം കിട്ടുന്ന തരത്തിലേക്ക് 2300ഓളം മീറ്റർ പൈപ്പ് ലൈൻ ഇട്ട് 5 പൊതുടാപ്പ് സ്ഥാപിച്ചാണ് ഇപ്പോൾ ഈ പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സോജി ജോർജ്, PK മണിലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു രാജു, സ്വപ്ന മനോജ്, ഗീത സോമൻ, ആൻസി തങ്കച്ചൻ, വാർഡ് വികസന സമിതി അംഗം U. ബാബു, പ്രസന്നൻ കുളത്തുന്തറ, പ്രദീപ് കല്ലിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, വെച്ചൂർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ജാഗ്രതാ സദസ്സുമായി INDUCയും INDUCയുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. BDJSന്റെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ് ഉദ്ഘാടനം ചെയ്തു. ഈ മയക്കുമരുന്നിൻ്റെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ശരിക്കും പറഞ്ഞാൽ അതിർത്തികൾ പൂർണ്ണമായി അടച്ച് പരിശോധന നടത്തേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആ പരിശോധന ശക്തമാകാതെ വരുന്ന സാഹചര്യത്തിലാണ് മയക്കുമരുന്ന് പരമാവധി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പല സ്ഥലങ്ങളിലൂടെയും നമ്മുടെ കടൽ മാർഗവും വ്യോമമാർഗവും ഒക്കെ തന്നെ മയക്കുമരുന്നുകൾ ഇവിടെ എത്തിച്ച് വ്യാപകമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. BDJS ചേർത്തല നിയോജകമണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർത്തല എക്സ്റേ ബൈപ്പാസ് ജംഗ്ഷനിലാണ് പ്രതിഷേധ ജ്വാല ഒരുക്കിയത്. മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് T. അനിയപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ K. സോമൻ, TR പൊന്നപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ JP വിനോദ്, പ്രകാശൻ കളപ്പുരയ്ക്കൽ, അമ്പിളി അപ്പുജി, മണ്ഡലം നേതാക്കളായ രതീഷ് കോലോത്തുവിളി, സാജൻ കടക്കരപ്പള്ളി, രാജേന്ദ്ര പ്രസാദ്,
സുദേവ്, ജയൻ വേളർവട്ടം എന്നിവർ സംസാരിച്ചു. മർഫി മറ്റത്തിൽ സ്വാഗതവും അജി ഇടുപ്പിങ്കൽ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കായംകുളം ഒരുങ്ങുന്നു. ഏപ്രിൽ 8, 9, 10 തീയതികളിലായി കായംകുളം ഖാദീഷ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് കായംകുളം ഒരുങ്ങുന്നു. ഏപ്രിൽ 8, 9, 10 തീയതികളിൽ കായംകുളം ഖാദീഷ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. സമ്മേളനത്തിന്റെ ഭാഗമായി കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ ഫണ്ട് സമാഹരണം ആരംഭിച്ചു. കായംകുളം ചിറക്കടവം യൂണിറ്റിൽ നിന്നുള്ള ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ, ബ്ലോക്ക് പ്രസിഡന്റ് എ ഇസഹാഖ് കുഞ്ഞ്, ലൈസൺ ഓഫീസർ കെ ഷറഫുദ്ദീൻ, രക്ഷാധികാരി കെ ജനാർദ്ദനൻ, ഖജാൻജി പി സീനത്ത്, വൈസ് പ്രസിഡന്റ് ബി ഹരിലാൽ, ഐ ഹുസൈൻ എന്നിവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി പി എസ് കൃഷ്ണകുമാർ നന്ദി പറഞ്ഞു. ബ്ലോക്ക് ട്രഷറർ എ ഇസഹാഖ് കുഞ്ഞ്, സെക്രട്ടറി കെ ഹരികുമാറിന് ഫണ്ട് രസീത് കൈമാറി. ടൈം ന്യൂസ് കായംകുളം. KNM കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു. KNM കായംകുളം മണ്ഡലം കമ്മിറ്റി TA കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പൗരപ്രമുഖരുടെയും ഒത്തുചേരലുകൾക്ക് വേദിയായി. KNM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PT ഹക്കീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം KNM സംസ്ഥാന സെക്രട്ടറി M സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ആക്ടിവിസ്റ്റും ജസ്റ്റിസ് ആൻഡ് പീസ് ഡയറക്ടർ അംബുജാക്ഷൻ മലങ്കര, സുറിയാനി കത്തോലിക്ക ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നോത്യസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ദൈവം അനുവദിച്ചിടത്തോളം കാലം അനുവദിച്ചതായ ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെ നിന്നും ആരംഭിച്ചു അവിടെ തിരികെ എത്തിച്ചേരേണ്ടതാണ്. ഈ യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല. നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഒന്നിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, പല വിഭാഗങ്ങളായി നിങ്ങളെ ഈശ്വരൻ ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ കാര്യം മാത്രം നോക്കുവാനല്ല, നിങ്ങളെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം, മനുഷ്യരായി ജീവിക്കണം, മനുഷ്യത്വത്തോടെ ജീവിക്കണം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കും. ശബരിമല മുൻ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി, കായംകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജലാലുദ്ദീൻ മൗലവി, KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇ സമീർ, CPM ഏരിയ സെക്രട്ടറി അബിൻ ഷാ, സ്പിന്നിംഗ് വീൽ ചെയർമാൻ മഹേന്ദ്രൻ, JDS സംസ്ഥാന സെക്രട്ടറി ജേക്കബ് ഉമ്മൻ, മുനിസിപ്പൽ ചെയർപേഴ്സൺ P ശശികല, സാമൂഹിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് മനോഹരൻ, UDF ചെയർമാൻ A ഇർഷാദ്, ജനകീയ സമരസമിതി കൺവീനർ ദിനേശ് ചന്ദന, ജമാഅത്ത് കോർഡിനേഷൻ ചെയർമാൻ KK നൌഷാദ്, MES ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ, ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി Y ഇർഷാദ് തുടങ്ങിയവർ സംഗമത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. KNM മണ്ഡലം സെക്രട്ടറി അഷ്റഫ് വാഴപ്പള്ളി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ISM മണ്ഡലം പ്രസിഡന്റ് റിയാസ് നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ് കായംകുളം. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിഴങ്ങുവർഗ വിത്തുകൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് കിഴങ്ങുവർഗ വിത്തുകൾ വിതരണം ചെയ്തത്. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിഴങ്ങുവർഗ വിത്തുകൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മഞ്ഞൾ, കിഴങ്ങുവർഗ വിത്ത് എന്നിവയുടെ വിതരണമാണ് നടന്നത്. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും കൊടുക്കാൻ പാകത്തിനുള്ള മഞ്ഞളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മൾ 11.5 ലക്ഷം രൂപ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകൾക്കും കൊടുക്കാൻ ആവശ്യമായ മഞ്ഞളും കിഴങ്ങുമാണ് വന്നിട്ടുള്ളത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ PM കൃഷ്ണ സ്വാഗതം പറഞ്ഞു. 11,80,000 രൂപയാണ് പദ്ധതി വിഹിതമായി വകയിരുത്തിയിട്ടുള്ളത്. 2000-ഓളം കർഷകർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പഞ്ചായത്ത് അംഗങ്ങളായ വിനോമ രാജു, ഷെജിമോൾ സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എഡിസൺ നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് മുഹമ്മ. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിലാണ് ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ വ്യവസായ കേന്ദ്രം ആലപ്പുഴയുടെയും താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചേർത്തല അന്ന ഓഡിറ്റോറിയത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഏതൊരു തൊഴിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ധൈര്യം, നമ്മൾക്കൊരു ധൈര്യം വേണം. നമ്മളിത് എങ്ങനെയായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകും, നമ്മൾക്കിതുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റും എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഒരു ഇറച്ചൊരു വിശ്വാസം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റ് ജോലിയോ മാത്രത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. വേറൊന്നും കൊണ്ടൊന്നുമല്ല, എല്ലാ വീടുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളാണ് ഇന്ന് നമ്മുടെ 100% വീടുകളിൽ കാണുന്നത്. യോഗത്തിൽ 23 സംരംഭകർക്കായി 1,40,00,000 രൂപയും വിതരണം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ വ്യവസായ കേന്ദ്രം ജില്ലാ മാനേജർ ഗൗതം യോഗീശ്വർ മുഖ്യ പ്രഭാഷണം നടത്തി. BLBC കൺവീനർ ശരത് കല്യ S, വ്യവസായ വികസന ഓഫീസർ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ദിവ്യ G കൃഷ്ണൻ, കഞ്ഞിക്കുഴി ബ്ലോക്ക് പ്രസീത ശ്യാം, ഉപജില്ലാ വ്യവസായ ഓഫീസർ ജെയ്സൺ K ജോർജ്, വ്യവസായ വികസന ഓഫീസർ പട്ടണക്കാട് ബ്ലോക്ക് നിസാമുദ്ദീൻ TU, സുരേഷ്, ഗ്രാമീൺ ബാങ്ക് മാനേജർ ഐശ്വര്യ തുടങ്ങിയവരും സംസാരിച്ചു. ചേർത്തല കുറ്റിക്കാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് തുടക്കം. കൊടിയേറ്റ് ചടങ്ങിൽ 100 ഭക്തജനങ്ങൾ പങ്കെടുത്തു. മാർച്ച് 25 സമാപിക്കും. ചേർത്തല കുറ്റിക്കാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മാർച്ച് 19 മുതൽ 25 വരെയാണ് തിരുവോണ മഹോത്സവം നടക്കുന്നത്. ബുധനാഴ്ച രാത്രി 7:30-നും 8-നും മധ്യയായിരുന്നു കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി വക്കം തോട്ടോക്കാട്ട് മഠം ഡോക്ടർ TS വിനീത് ഭട്ട്, മേൽശാന്തി ശ്രീകുട്ടൻ ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് കൊടിയേറ്റ് സദ്യയും നടന്നു. പ്രസിഡന്റ് KT ഷാജി, രക്ഷാധികാരി B ഷൺമുഖൻ, സെക്രട്ടറി G മുരളി, വൈസ് പ്രസിഡന്റുമാരായ M ശിവദാസൻ, KA പരമേശ്വരൻ, ഖജാൻജി B പ്രദീപ് പൊള്ളയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ PS സുജിത്, C അമർഗിരി, ഉത്സവ കമ്മിറ്റി കൺവീനർ P ജയലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കൊടിയേറ്റിനോടനുബന്ധിച്ച് ആൽത്തറക്കൂട്ടം നിർമ്മിച്ചു നൽകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ ധനസമാഹരണത്തിന് ഉദ്ഘാടനവും നടത്തും. കുടുംബാംഗമായ KV സാബുലാലിൽ നിന്ന് നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ പ്രദീപ് പൊള്ളയിൽ, സഞ്ജു S ദാസ് തുടങ്ങിയവർ ചേർന്ന് ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. സേവന മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മുന്തിയ പരിഗണന നൽകി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ബഡ്ജറ്റ്. 116 കോടിയുടെ വാർഷിക ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് അവതരിപ്പിച്ചു. 4 വർഷത്തിനിടയിൽ സംസ്ഥാന തലത്തിൽ 3 പുരസ്കാരങ്ങൾ നേടാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞെന്ന് പ്രസിഡന്റ് KG രാജേശ്വരി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്നും KG രാജേശ്വരി. ആലപ്പുഴ ജില്ലയിൽ നെല്ല് സംഭരണം ഊർജിതമാക്കാൻ തീരുമാനം. കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൻ്റെതാണ് തീരുമാനം. തീരുമാനപ്രകാരം നെല്ല് സംഭരണത്തിന് തുടക്കമായി. ഹരിപ്പാട് 10 വർഷം മുമ്പ് യുവാവിനെ കാണാതായ സംഭവം. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ നിറനോക്ക് പ്രവർത്തനക്ഷമമെന്ന സ്ഥിരീകരണം. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. SNDPയുടെ നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് പിന്നിട്ട് ചരിത്രം സൃഷ്ടിച്ച വെള്ളാപ്പള്ളി നടേശനും കേരള രാഷ്ട്രീയത്തിൽ തുടർ ഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു. ചേർത്തല SNDP യൂണിയനാണ് ഏപ്രിൽ 11 അപൂർവമായ സംഗമം ഒരുക്കുന്നത്. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 22 ആലപ്പുഴയിൽ. ആലപ്പുഴ റൈബാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.